ഹായ്, ഞാൻ അടുത്ത പാട്ടുമായി ഇതാ വരുന്നു. ഇത് സ്നേഹത്തെ പറ്റി തന്നെയാണ്. ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയട്ടെ മക്കളെ. നമ്മൾ നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും ചിന്തിക്കരുതേ മക്കളെ. നമ്മളെല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മളിലേക്ക് നന്മകൾ വരും. മനുഷ്യന് ഒരിക്കലും നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റൂല. ഒരു മനുഷ്യനും പറ്റുമോ? ഇല്ല. നമ്മൾ ലോകത്തിൽ തനിച്ചാണ്, ഒറ്റയ്ക്കാണ്. നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നത്, പോകുന്നത് ഒറ്റയ്ക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കൂ മക്കളെ, മനസ്സിലാക്കൂ നിങ്ങൾ. ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ ദൈവമേ, എനിക്ക് ആരുമില്ലല്ലോ. പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, ചങ്ക് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കരഞ്ഞിട്ടുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലല്ലോ. നമുക്ക് വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കണം, സഹായിക്കാൻ ആരുമില്ലല്ലോ. ഒരു കൈകൾ പോലും ഇല്ലല്ലോ. അധ്വാനിക്കുക. നമ്മൾ ആരുടെയും നോക്കിയിരിക്കേണ്ട, ആരും തരില്ല. ലക്ഷങ്ങൾ ഉണ്ടെങ്കിലും ആർക്കുണ്ടെങ്കിലും ആരും സഹായിക്കില്ല, ആരും സഹായിക്കില്ല മക്കളെ. രക്ഷപ്പെടുന്നത് കാണാൻ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ആ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ മിടുക്കൊണ്ടല്ല കേട്ടോ, ഒരു ശക്തിയുണ്ടേ. ആ ശക്തി ചൈതന്യമാണ്, പ്രകാശമാണ്, സൃഷ്ടാവാണ്. നമ്മുടെ സർവശക്തരായ ദൈവമാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണേലും നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അല്പനേരം കൂടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ അവർക്ക് വരാൻ പറ്റുമോ? അവർക്ക് വരാൻ പറ്റില്ല. നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ഇല്ല. നമ്മളെ പിരിഞ്ഞിരിക്കും അവര്. നമ്മളെ നോക്കാൻ അവർക്ക് പറ്റില്ല. നിങ്ങൾക്ക് പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ എപ്പോഴും ഇരിക്കാൻ പറ്റുമോ? അവർ കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവും, ഇല്ലേ? പക്ഷേ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ആരാണ്? അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയാണ്. നമുക്ക് ജന്മം തന്നത് നമ്മുടെ ദൈവമാണ്. നമ്മുടെ ദൈവമാണ് നമുക്ക് രൂപവും ഛായയും തന്ന് നമ്മളെ സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ ഛായയിൽ അല്ലേ? നമ്മൾ ഓർക്കും നമ്മൾ തന്നെ ഇങ്ങനെ വളർന്നു വരുന്നതാണെന്ന്. നമ്മുടെ കയ്യിലൊരു മുള്ള് കയറണമെങ്കിൽ, നമ്മുടെ കാലിലൊരു മുറിവുകൾ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ദേഹം പൊള്ളണമെങ്കിൽ, നമ്മൾ ഉരുണ്ട് വീഴണമെങ്കിൽ ദൈവത്തിന് ഒരു കരുതലുണ്ട് മക്കളെ. അതൊരു വല്ലാത്ത കരുതലാണ്. നമ്മൾ ഉരുണ്ട് വീണാലും നമ്മളെ അവിടെ എണീപ്പിക്കും. മുള്ള് കയറിയാലും ആ മുള്ളിനെ ദൈവം എന്താ പറയുക, ആ മുറിവിനെ ദൈവം ഉണക്കും. മുറിഞ്ഞാൽ ആ മുറിവുകളെ ഭേദമാക്കും. അത് സർവശക്തനായ ദൈവമാണ്. ദൈവം നമുക്ക് ജന്മം തരുന്ന നമ്മുടെ മാതാപിതാക്കളാണല്ലേ, അല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം കരുതണം. ഒരാൾക്കൊരു കുട്ടി ഉണ്ടാകണമെങ്കിൽ ദൈവം കരുതണം. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മക്കളെ നമ്മൾ. ദൈവം സൃഷ്ടിച്ചാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. നമുക്ക് മുന്നോട്ട് ജീവിതം ഉണ്ടാവുകയുള്ളൂ. ദൈവം കരുതണം. നമ്മൾ ദൈവത്തെ ആക്ഷേപിക്കരുത്, ദൈവത്തെ മറക്കരുത്. നമ്മൾ ഓർക്കും, എന്തിനെനിക്ക് കഷ്ടപ്പാട് തന്നല്ലോ, ഈ ദുരിതങ്ങൾ തന്നല്ലോ. പക്ഷെ ഇതെന്തിനാ തരുന്നതെന്നറിയാവോ? നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നു എന്ന് നമ്മളെ പരീക്ഷിക്കാനാണ്. പരീക്ഷണമല്ല കേട്ടോ, ദൈവത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. ദൈവത്തെ പരീക്ഷിച്ചിട്ടുണ്ട് സാത്താൻ. പരീക്ഷണങ്ങൾ അയച്ചിട്ടുണ്ട്. പൈശാചിക ശക്തികൾ കൊണ്ട് നിറച്ച്. നീ ദൈവപുത്രനാണെങ്കിൽ നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴെ ചാടാൻ പറയുന്നുണ്ട്, ഇല്ലേ? ദൈവത്തെ പരീക്ഷിക്കുന്നില്ലേ? മനുഷ്യര് ദൈവത്തെ അടിക്കുന്നു, തുപ്പുന്നു, എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു. ദൈവം സത്യമാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം, മനുഷ്യരെ സൃഷ്ടിച്ച ദൈവം. മക്കളെ, മനുഷ്യരിലൂടെയല്ല, നമുക്ക് ദൈവത്തിലൂടാണ്. ദൈവം കരുതണം. നമ്മൾ സങ്കടപ്പെട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഓർക്കും, നമ്മളെ കരുതാൻ ആൾക്കാരുണ്ടല്ലോ, എൻ്റെ ഇടത്തും ഉണ്ടല്ലോ വലത്തും ഉണ്ടല്ലോ, അവരെന്നെ കരുതിക്കോളും, എന്നെ സഹായിക്കും. പക്ഷേ ആരും കരുതില്ല മക്കളെ. നമ്മൾ മരിക്കുവോളം മക്കളെ നിങ്ങൾ എൻ്റെ ആണെന്നും പറഞ്ഞ്, ഞാനിപ്പോൾ ഈ കാട്ടിലിതാ ഒറ്റയ്ക്കാണ്. എത്രയോ സ്ഥലമുണ്ട് ഇവിടെ, എത്രയോ ഏക്കറുണ്ട്. ഞാനിവിടെ ഒറ്റയ്ക്കാണ്.
അപ്പോൾ ഞാൻ കാണുന്ന ഒരൊറ്റ രൂപമുള്ളൂ, മുൾക്കിരീടം അണിഞ്ഞ് രക്തത്തുള്ളി ഒഴിപ്പിച്ച് വിയർപ്പ് ഒഴുകി നിൽക്കുന്ന ആ രൂപം. അതാരാണെന്ന് നിങ്ങൾക്കറിയാലോ, കുരിശിൽ മരിച്ചത് ആരാണെന്ന്. പക്ഷെ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ദൈവത്തെ വിശ്വസിക്കാം. ദൈവം നമ്മളെ ഒരു പോറലും ഏൽപ്പിക്കില്ല. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. ഹായ്, എന്ത് നല്ല പ്രകൃതി ഭംഗിയില്ലേ, നല്ല രസമില്ലേ? എന്ത് രസം. നമ്മൾ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ആളുണ്ട്, ഒരാളുണ്ട്. അതാണ് എൻ്റെ ദൈവം മക്കളെ, അതാണ് എൻ്റെ ദൈവം, എൻ്റെ ശക്തി. എനിക്ക് എന്തു പറ്റിയാലും, ഞാൻ അണലിയുടെ മേലെ ചവിട്ടി നടന്നാലും എനിക്കൊരു പോറലും ഏൽക്കൂല. അവൻ എന്നെ കാത്തുകൊള്ളും. അവനാണ് ദൈവം. എനിക്ക് ജന്മം തന്നത് എൻ്റെ കൂടെയുള്ള ആള് എൻ്റെ ദൈവം മാത്രമാണ്. എന്നെ ദ്രോഹിക്കാൻ ആർക്കും സാധിക്കില്ല മക്കളെ, എന്നെ തൊടാനും ആർക്കും പറ്റില്ല, അല്ലേ? ഇല കൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. ഇല കൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇല കൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല കൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല കൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല കൊഴിയും കാലങ്ങൾക്കപ്പുറം. എല്ലാവർക്കും മനസ്സിലായില്ലേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മക്കളെ. എല്ലാവർക്കും നല്ലത് വരട്ടെ.